നമസ്കാരം. അർജന്റീന വേഴ്സസ് സ്പെയിൻ വേൾഡ് കപ്പ് ഫൈനലിന്റെ പ്രീ മാച്ച് അനാലിസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാച്ചിന്റെ വിശേഷണങ്ങൾ, ടാക്ടിക്കൽ ആസ്പെക്ട്സ്, എന്തായിരിക്കും സ്കോർ പ്രഡിക്ഷൻസ് എന്നൊക്കെ ഉള്ളതാണ്. സോ ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് പോവാം. ആദ്യം നമുക്ക് സ്പെയിനിലേക്ക് തന്നെ വരാം. ഏറ്റവും കൂടുതൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഒരു ടീമാണ് ഈ പറയുന്ന സ്പെയിൻ എന്നുള്ളത് ഈ ഫൈനലിൻ്റെ. കാരണം എന്തുകൊണ്ടാ, ഒരുപാടധികം പോസിറ്റീവ്സ് ഉണ്ട്. ഈ പറയുന്ന സെമി ഫൈനൽസിൻ്റെ ഡോമിനേഷൻ ആ ഒരു പോസിറ്റീവ്സിനെ കുറച്ചുകൂടെ കൂട്ടിയെന്ന് പറയാം. മറുഭാഗത്ത് അർജന്റീന ഒട്ടും കുറവ് വരുത്തുന്നില്ല. അതേപോലെ തന്നെ കംബാക്കുകൾ നടത്തിക്കൊണ്ട് എക്സലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസുകൾ നടത്തിയിട്ട് തന്നെയാണ് അർജന്റീന വന്നിരിക്കുന്നത്. സോ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഏറ്റവും കൂടുതൽ ഗോളുകൾ ഈ വേൾഡ് കപ്പിൽ സ്കോർ ചെയ്തിട്ടുള്ള ഒരു ടീമാണ് അർജന്റീന എന്നുള്ളത്. ഏറ്റവും കുറവ് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുള്ള ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അറ്റാക്ക് വേഴ്സസ് ഡിഫൻസ് എന്നുള്ള ഗെയിം മാത്രമാണെന്നുള്ളത്. അങ്ങനെയല്ല. പക്ഷെ എന്നിരുന്നാലും സ്റ്റാറ്റുകളിലേക്ക് വരുമ്പോൾ ലയണൽ മെസ്സി ടോപ്പ് സ്കോറർ സ്ഥാനത്തേക്ക് നിൽക്കുന്നു. 8 ഗോളുകളും 4 അസിസ്റ്റുകളുമായിട്ട് മെസ്സി ഒന്നാമത് തന്നെ ലീഡർ ബോർഡിലുണ്ട്. സ്പെയിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തു പറയാനുള്ള പ്ലെയർ പ്രൊഫൈൽ എന്ന് പറയാനുള്ളത് റോഡ്രി തന്നെയാണ്. ഏറ്റവും കൂടുതൽ ടച്ചസ് ഈ പറയുന്ന വേൾഡ് കപ്പിൽ റോഡ്രിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. 794 ടച്ചസ് ആയിട്ട് സക്സസ്ഫുൾ പാസസിൽ റോഡ്രി ഒന്നാമതാവുന്നു. ടോട്ടൽ ക്യാരീസിൽ ആദ്യ സ്ഥാനം റോഡ്രിക്ക് തന്നെയാണ്. ഈ ക്യാരീസ് എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? നാളത്തെ ഗെയിമിൽ ഈ പറയുന്ന അർജന്റീനയുടെ ഫ്രണ്ട് ലൈൻ ഓഫ് പ്രഷർ സ്പെയിനിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, അതായത് റോഡ്രി അവിടെ നിന്ന് ക്യാരീസ് നടത്താൻ പറ്റുകയും ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷർ ബ്രേക്ക് ചെയ്യാനായിട്ട് സ്പെയിനിന് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇനി അത് മാത്രമല്ല, സെക്കൻഡ് ഓൺ ദ ലിസ്റ്റ് ആണ് ഇതിൽ നമ്പർ ഓഫ് ടാക്കിൾസിൽ 22 ടാക്കിൾസുമായിട്ട് റോഡ്രി ഈ ലിസ്റ്റിൽ സെക്കൻഡ് സ്ഥാനത്ത് നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ നാളെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് ട്രാൻസിഷണൽ ത്രെറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം അർജന്റീന മോസ്റ്റ് പ്രോബബ്ലി ഈ പറയുന്ന സ്പെയിൻ പൊസിഷൻ കൺട്രോൾ ചെയ്തിട്ട് സിറ്റ് ബാക്ക് ചെയ്യിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധ്യത. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ടാക്ടിക്കൽ ബാറ്റിലാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. മെസ്സി എക്സ് റോഡ്രി ആയിരിക്കാനാണ് സാധ്യത. ഏറ്റവും കിഡിലനായിട്ടുള്ള ബാറ്റിലായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയധികം ടാക്കിൾസ് വിൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ്. സോ എത്രത്തോളം അഗ്രസീവ് ആവും മെസ്സിക്കെതിരെ എന്നുള്ളത് നാളെ കണ്ടറിയേണ്ട ഒരു കാഴ്ചയാണ്. ഇതേപോലെ തന്നെ പൊസിഷൻ വിൻ ചെയ്തതിലും 5ാം സ്ഥാനത്താണ് റോഡ്രി. സോ മെസ്സിക്കെതിരെ ഒരു പ്രൊഫൈലിനെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സ്പെയിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലൊരു പ്രൊഫൈൽ അവർക്കുണ്ട്. അങ്ങനെ ഒരു പ്രൊഫൈൽ കൊണ്ട് സക്സസ് നേടാൻ പറ്റും എന്നുള്ളത് ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ ആദ്യ ഹാഫിൽ. കാരണം ആ ഒരു ഗെയിമിൽ ആൻഡേഴ്സനൊക്കെ കാണിച്ചിരുന്നത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പ്രത്യേകിച്ച് ആ ഫസ്റ്റ് ഹാഫിൽ മെസ്സിനെ ക്വൈറ്റായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഒരു സാധിച്ചു. എങ്ങനെയാണ്? വളരെയധികം ടൈറ്റായിട്ട് മെസ്സിയെ മാർക്ക് ചെയ്യുക. ഒരു സോൺ വരെ, അതായത് ഏറ്റവും ഡീപ്പായിട്ട് മെസ്സി ഇറങ്ങി വന്നിട്ടായിരുന്നു അവിടെ മെസ്സി ബോൾ റിസീവ് ചെയ്തിരുന്നത്. അതുവരെ എന്താ ചെയ്തിരുന്നത്? ടൈറ്റായിട്ട് മാർക്ക് ചെയ്യുന്നു, ടേൺ ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഈവൻ ഇന്റർസെപ്ഷൻസ് നടത്താൻ വരെ ആൻഡേഴ്സൺ ആ ഗെയിമിൽ സാധിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ അർജന്റീനിയൻ സെന്റർ ബാക്സ് ഒക്കെ വളരെയധികം ബോളിനോട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന കണ്ടായിരുന്നു. ഒരുപാടധികം ടൈം ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് വേണ്ടി വന്നിരുന്നു. എനിക്ക് തോന്നുന്നു അർജന്റീനയ്ക്ക് നാളെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ത്രെറ്റ് മെസ്സി തന്നെ ആയിരിക്കും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആവാം. കാരണം മെസ്സിയെ ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ മെസ്സിയെ ടൈറ്റായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് റോഡ്രി സെൻട്രൽ സോൺസ് വിടുകയാണെങ്കിൽ അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് അർജന്റീനയ്ക്ക് സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അങ്ങനെ സാധിക്കുന്നതിനനുസരിച്ചിരിക്കും അവരുടെ ത്രെറ്റ് എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നുള്ളത്. ഇംഗ്ലണ്ടിനെതിരെ അവർക്ക് അത് സാധിച്ചിരുന്നില്ല. ആ ഒരു ടൈറ്റ് സ്പേസസിലൊക്കെ കമ്പൈൻ ചെയ്യാനായിട്ടൊന്നും അർജന്റീനയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആ ഒരു സെൻട്രൽ ഓവർലോഡ്സ് അർജന്റീനയെ ക്രിയേറ്റ് ചെയ്യുകയും അവിടെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പാസസും നൽകി ഈവൻ മെസ്സി പോലും ആ ഒരു സെൻട്രൽ സോണിലേക്ക് ബോളുകൾ ഫിസ് ചെയ്തിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരു 1-2 ഒക്കെ കൊടുക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതും എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പിന്നത്തെ ഒരു ചോദ്യം എത്രത്തോളം ഫിസിക്കലായിരിക്കും ഗെയിം എന്നുള്ളതാണ്. കാരണം അർജന്റീനയെ സംബന്ധിച്ചിട്ട് ആരും മനസ്സിലാക്കാത്തൊരു കാര്യമായിരുന്നു അവർ എന്തിനായിരുന്നു ആ ഒരു ടാക്ടിക്കൽ ഫൗളുകൾ അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഗെയിം സ്റ്റേറ്റ് കൊണ്ടുപോയെന്നുള്ളത്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ പലപ്പോഴും കണ്ടു. ഒരു റാൻഡമായിട്ട് ഫൗളുകൾ ചെയ്യുന്നു, ആ ഒരു ഗെയിമിനെ ഒരു അഗ്രസീവ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, ആ ഒരു മൊമെൻറ്റം തടയാനായിട്ട് അവർ ശ്രമിക്കുന്നു, ചെറിയ ചെറിയ ഫേസുകളായിട്ട് ഗെയിമിനെ തിരിക്കാനായിട്ട് അവർ ശ്രമിക്കണം. ഇത് എപ്പോഴും ഇങ്ങനെ ഒരു ഗെയിം സ്റ്റേറ്റ് അർജന്റീനയെ ഫേവർ ചെയ്യുള്ളൂ. കാരണം സ്പെയിനെ സംബന്ധിച്ചിട്ട് ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്യാനും പറ്റുവാണെങ്കിൽ അവർക്ക് കൂടുതൽ കൺട്രോൾ ആ ഒരു ഗെയിമിലുണ്ടാവും. ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് അർജന്റീന ഈ പറയുന്ന പോലെ അഗ്രസീവ് അപ്രോച്ച് എടുക്കുമോ? എത്രത്തോളം ഫിസിക്കലി ഈ പറയുന്ന മിഡ്ഫീൽഡേഴ്സിനെതിരെ ഫിസിക്കാലിറ്റി കൊണ്ടുവന്നാൽ വർക്ക് ആവുന്നുള്ളത്. കാരണം അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഫൈൽസ് സ്പെയിനുണ്ട്. ഫാബിയൻ റൂയിസ് നാളെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് ഒട്ടുമിക്കം തോന്നുന്നത്. ഫാബിയൻ റൂയിസും റോഡ്രിയും ഇതിനെ ചേർത്ത് നിൽക്കുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിരിക്കും. ആ ഒരു ഗെയിം സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് എന്നുള്ള രീതിക്ക് അർജന്റീന കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ഈ പറയുന്ന കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് കണ്ടറിയണം. ഇത് റെഫറിയിങ് എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടിയും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം കഴിഞ്ഞ ഗെയിമിൽ റെഫറി ഏകദേശം ഒരു 35-30 മിനിറ്റ്സ് വരെ കാത്തു നിന്നു ഫ്ലാഷ് ചെയ്യാനായിട്ട് കാർഡ്സ്. പക്ഷെ എല്ലാ റെഫറീസും അങ്ങനെ ആവണമെന്നില്ല. ആ ഒരു റെഫറി അത്രയും കാത്തുനിന്ന് എന്തുകൊണ്ട് ആവശ്യമില്ല. ആദ്യത്തെ കാർഡ് ഫ്ലാഷ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ ഫ്ലാഷ് ചെയ്യണം.
കാരണം ഒരു കാർഡ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് ടീമിന് വിളിച്ചു കൊടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഫ്ലാഷ് ചെയ്യാതിരിക്കാനോ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ഇത്രയും വലിയ സ്റ്റേജസിലേക്ക് കുറച്ചുകൂടി ഒന്ന് ഒരു പേഷ്യൻസ് റഫറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട് പൊതുവേ. ഇനി നാളെ വരുന്ന റഫറി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കണ്ടറിയാം. അതും ഇതിനെ ബാധിക്കാനായിട്ട് വലിയൊരു സാധ്യതയുണ്ട്. ഈ പറയുന്ന കാർഡ്സ് നേരത്തെ വീണ് കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്താനായിട്ട് ഓപ്പോസിറ്റ് ടീമിന് സാധിക്കും. ഇംഗ്ലണ്ടിന് അത് സാധിച്ചില്ല, 2 സെൻറ്റർ ബാക്സും യെല്ലോയിലായിരുന്നു. പക്ഷേ സ്പെയിനെ സംബന്ധിച്ചിട്ട് അവർ ലീഡ് ചെയ്യുകയാണെങ്കിൽ മറ്റു ടീമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ഡിഫെൻസീവ് ആയിട്ടുള്ള അപ്രോച്ചിലേക്ക് പോവില്ല. സ്പെയിൻ എന്ന് പറയുന്നത് ബോളുമായിട്ട് ഡിഫെൻഡ് ചെയ്യാന്നുള്ളൊരു ഫിലോസഫിയുള്ള ടീമാണ്. ബോൾ എത്രത്തോളം കീപ്പ് ചെയ്യുന്നു, പൊസിഷൻ എത്രത്തോളം കീപ്പ് ചെയ്യുന്നു, അത്രത്തോളം കൺട്രോൾ ഡിഫെൻസീവ്ലി നമുക്ക് കിട്ടുന്നു എന്നുള്ള രീതിക്കാണ് സ്പെയിൻ്റെ അപ്രോച്ച്. സോ ഒട്ടുമിക്കവാറും നമുക്ക് ഈ ഇംഗ്ലണ്ട് ചെയ്ത പോലെ ഒരു ഡിഫെൻസീവ് ബ്ലോക്കിലേക്ക് പോകുന്നൊരു കാഴ്ച സ്പെയിൻ എസ്പെഷ്യലി ലീഡ് എടുത്താൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അർജൻറ്റീനയ്ക്ക് ആദ്യം ലീഡ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം പിന്നീട് അവർക്ക് സിറ്റ് ബാക്ക് ചെയ്താലും ഈ സ്പെയിൻ ഹോർഷൂ ചെയ്താലും, ഹോർഷൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടീമിനെ ഒരു ബ്ലോക്കിലേക്ക് ഇരുത്തിയിട്ട് ആ ബ്ലോക്കിന് അറൗണ്ടായിട്ട് പാസുകൾ ഇങ്ങനെ ചെയ്യുക, സർക്കുലേഷൻസ്, ബോൾ സർക്കുലേഷൻ ചെയ്തിട്ട് ആ ബ്ലോക്കിൽ എവിടെയാണോ ഗ്യാപ്പ് എന്നുള്ളതിന് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്തിട്ട് പെനട്രേറ്റ് ചെയ്യുക. ഇതാണ് ഹോർഷൂയിങ് എന്ന് പറയുക. അങ്ങനെ ചെയ്താലും അർജൻറ്റീനയ്ക്ക് പേഷ്യൻ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നതായിരിക്കും ബ്ലോക്കിൽ. പിന്നീട് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് 2 ടീമുകൾക്കും ബെഞ്ചിൽ നിന്ന് പ്ലെയേഴ്സ് വന്നിട്ട് ഗെയിം സ്റ്റേറ്റ് മാറ്റാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. കാരണം സ്പെയിൻ ഈ പറയുന്ന പോലെ സെൻട്രൽ ആയിട്ടുള്ള പെനട്രേഷൻസ് നടക്കുന്നില്ലെങ്കിൽ മെറീനോയെ കൊണ്ടുവരാവുന്നതാണ്, ഫെറാൻ ടോറസിനെ, പെഡ്രീനെ, നല്ല നല്ല പ്രൊഫൈൽസ് സ്പെയിൻ ഉണ്ട്. അതേപോലെ തന്നെ ലോട്ടാറോ മാർട്ടിനസ് വരാം, ഈ പറയുന്ന നിക്കോ ഗോൺസാലസ് വരാം, അല്ലെങ്കിൽ ഡീപോൾ വരാം. സോ അർജന്റീനയെ സംബന്ധിച്ചിട്ടായാലും സ്പെയിനെ സംബന്ധിച്ചിട്ടായാലും പ്രൂവൺ ആയിട്ടുള്ള, അതായത് ഈ ടൂർണമെന്റിൽ തന്നെ ബെഞ്ചിൽ നിന്ന് വന്ന് സ്കോറേഴ്സ് ഉള്ള ഒരു ബെഞ്ച്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെഞ്ചാണ് 2 ടീമിനുള്ളത്. ഇനി ഫോർമേഷൻസും കാര്യങ്ങളിലേക്ക് വരാം. ഒരു 4-2-3-1 എന്നുള്ളൊരു ഷേപ്പിലാണ് സ്പെയിൻ അണിനിരക്കാനായിട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത്. ഇതിൽ നമുക്ക് ഈ ഷേപ്പിൽ കാണാൻ പറ്റുന്ന കാഴ്ചയായിരിക്കും ഡാനി ഓൾമോ പലതവണയും ഹാഫ് സ്പേസസിൽ പോയിട്ട് അവിടെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ഡയമണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാം. വയസ്സബാൽ നാളെ പല സമയത്തും ഡ്രോപ്പ് ചെയ്യുന്നത് കാണാം. അർജന്റീന സെന്റർ ബാക്സിന്റെ സ്വഭാവം അനുസരിച്ച് വളരെയധികം അഗ്രസീവ് ആയിട്ടുള്ള സെന്റർ ബാക്സ് ആണ് അർജന്റീനയ്ക്കുള്ളത്. ഇൻ ഫ്രണ്ടിൽ ഏത് പ്ലെയറിനെയും അഗ്രസീവ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്ത്യൻ റൊമേറയ്ക്കും മാർട്ടിനസിനും ഉള്ളൊരു സ്വഭാവം. ഇതിനാൽ തന്നെ ഇൻ ബിഹൈൻഡ് സ്പേസസ് ഓപ്പൺ അപ്പ് ആവാനായിട്ട് വളരെയധികം സാധ്യത നാളെയുണ്ട്. ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് അലക്സ് ബേനയ്ക്ക് നാളെ സാധിക്കുമെന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഇത് അർജന്റീന എത്രത്തോളം ഹൈ പ്രസ് ചെയ്യണമെന്നനുസരിച്ചിരിക്കും. ഹൈ പ്രസിംഗ് സ്റ്റേറ്റിൽ അർജന്റീന നാളെ സക്സസ്ഫുൾ ആവുമോ എന്നുള്ളത് കണ്ടറിയണം. ഏറ്റവും കുറവ് ടേൺ ഓവേഴ്സ് ഓപ്പോസിഷൻ തേർഡിൽ നേടിയിട്ടുള്ള ടീമുകളിൽ ഒന്നാണ് അർജന്റീന. സോ അവരുടെ ഒരു സ്വഭാവമല്ല ഈ പറയുന്ന ഹൈ പ്രസ് ചെയ്തിട്ട് ബോളുകൾ വിൻ ബാക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ സ്പെയിൻ ആവട്ടെ നേരെ തിരിച്ചാണ്. അതിലേക്ക് നമുക്ക് വരാം. എന്നിരുന്നാലും കൂടുതലും സാധ്യത ഒരു മിഡ് ബ്ലോക്കിലേക്ക് ഇരുന്ന് അർജന്റീന ആ ഒരു പ്രഷർ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും സാധ്യത. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവാൻ പോകുന്നത് നാളെ 2 സെൻറ്റർ ബാക്സ് ആണ് സ്പെയിൻ്റെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് എനിക്ക് ലപ്പോർട്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം ആ ഒരു ചാനൽ നമ്മളെപ്പോഴും പറയാറുണ്ട് അർജന്റീനനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണ് അവിടെ എന്നുള്ളത്. കഴിഞ്ഞ ഗെയിമിൽ മാർക്ക് ഗഹേ ആയിരുന്നു അവിടെ ഉള്ളത്, ഒരു റൈറ്റ് ഫുട്ടഡ് സെൻറ്റർ ബാക്ക് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ലപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് ഫുട്ടഡ് സെൻറ്റർ ബാക്ക് ആണ്. അവിടെ നിന്നുള്ള പാസിംഗ് ആംഗിൾസും കാര്യങ്ങളൊക്കെ വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും ഒരു റൈറ്റ് ഫുട്ടഡ് സെൻറ്റർ ബാക്കിൻ്റെ ഭാഗത്തു നിന്നുള്ളതിനേക്കാൾ. ഇതുകൊണ്ട് തന്നെ കുക്കുറയെ ഹൈ ആയിട്ട് പുഷപ്പ് ചെയ്യുകയും അലക്സ് ബാൻ ഇൻസൈഡിലേക്ക് പോകുന്നതും കാണാം. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് സ്പെയിനിന് വരുമെങ്കിലും അതിൻ്റെ ടേൺ ഓവേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ വന്നേക്കാം. കാരണം ഇത്രയും അധികം ഫുൾ ബാക്കിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സിയെ സംബന്ധിച്ച് മെസ്സി ട്രാക്ക് ബാക്ക് ചെയ്യില്ല. മെസ്സി എപ്പോഴും ആ ഒരു ഹൈ ആയിട്ടുള്ള പൊസിഷൻ ആയിരിക്കും കീപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ടേൺ ഓവേഴ്സ് വന്നിട്ട് അവിടെ ട്രാൻസിഷൻസിൽ മെസ്സിയെ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് നാളെ ഡെഡ്ലി ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ കണ്ടറിയേണ്ടതാണ് മിഡ്ഫീൽഡേഴ്സിന് എത്രത്തോളം ലൈൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഒരു ഫിസിക്കലായിട്ടുള്ള ഓപ്പോസിഷൻ മിഡ്ഫീൽഡിനെതിരെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഗിലിയാനോ സിമിയോണെ ആയിരിക്കാൻ സാധ്യത സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം ഇങ്ങനത്തെ ഒരു അപ്രോച്ചിലേക്ക് പോരുമ്പോൾ എനർജറ്റിക് ആയിട്ടുള്ള ലെഗ്സ് വേണം. അതിനാൽ തന്നെ ആ ഒരു മിഡ്ഫീൽഡ് വളരെയധികം ടൈറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു ടൈറ്റ് ആയിട്ടുള്ള മിഡ്ഫീൽഡിനെ ലൈൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡർ ആയിട്ടുള്ള റോഡ്രി, ഫാബിയൻ റൂയിസിന് എത്രത്തോളം അത് പറ്റും എന്നുള്ളത് കണ്ടറിയണം നാളെ. പക്ഷേ റോഡ്രിയെ സംബന്ധിച്ചിട്ട് എത്രത്തോളം റോഡ്രി ഹൈ ആയിട്ട് പുഷപ്പ് ചെയ്യും, എത്രത്തോളം ആ ഒരു റിസ്ക് ബെയർ ചെയ്യാനായിട്ട് തയ്യാറാണെന്നുള്ളത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും. പിന്നീട് നമുക്ക് നോക്കേണ്ടത് ലമീൻ യമാൽ ടാഗ്ലിഫിക്കോ മാച്ചപ്പിനെ കുറിച്ചിട്ടാണ്. കാരണം 1v1 എത്രത്തോളം വൾണറബിൾ ആണ് അർജന്റീന എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ വേൾഡ് കപ്പിൽ ഇത്രയും മാച്ചസിൽ നിന്നിട്ട്. ഇതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നിക്കോ വില്യംസ് ബെഞ്ചിൽ നിന്ന് വരുമ്പോൾ വളരെയധികം ചേഞ്ചസ് വരുത്താനായിട്ടുള്ള സാധ്യത നിക്കോ വില്യംസിന് ഉണ്ടെന്നുള്ളതാണ്. ലമീനിന്
സ്പെയിനിന് എത്രത്തോളം സക്സസ് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സാധ്യത സ്പെയിനിന് കൂടുന്നുള്ളത് എല്ലാവർക്കും ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ലമീൻ യമാൽ എന്നുള്ളത്. അതിന് പറ്റിയൊരു സ്റ്റേജും സിറ്റുവേഷനും പ്ലെയർ ഒപ്പോസിഷനുമാണ് ലമീന് നാളെ വരാൻ പോകുന്നത്. പക്ഷേ കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കാനായിട്ട് ഹൂലിയൻ അൽവാരസ് അവിടെ അത്രയും എനർജി കൊടുക്കുന്ന ഒരു പ്രസിംഗ് മെഷീനാണ് ഹൂലിയൻ എന്നുള്ളത്. എൻസോ ഫെർണാണ്ടസ് ആയാലും ഈ പറയുന്ന ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലെയറാണ്. സോ ഒറ്റയ്ക്കായിരിക്കാനായിട്ട് യാതൊരുവിധ സാധ്യതയില്ല. 1v1s കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാലും കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ലമീനെ കുറിച്ച് പറയുമ്പോൾ മെസ്സിയെ കുറിച്ച് പറയണമല്ലോ. മെസ്സി നാളെ ഈ പറയുന്ന റൈറ്റ് ഹാൻഡ് ചാനലിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ സ്പെയിൻ എത്രത്തോളം ക്രോസസിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കണം. എളുപ്പമല്ല അവിടെ നിന്ന് ക്രോസസ് തടയാന്നുള്ളത്. ചെറിയൊരു സ്പേസും ചെറിയൊരു ബാക്ക് ലിഫ്റ്റും മാത്രം മതി അദ്ദേഹത്തിന് ഒരു ക്രോസ് വൈഡ് ചാൻസ് നിന്ന് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ റൈറ്റ് ഫുട്ടിലേക്കാണ് നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള സെക്കൻഡ് ഗോൾ നിങ്ങൾ കണ്ടതാണ് എത്രത്തോളം പ്രിസൈസ് ആണ് മെസ്സിയുടെ റൈറ്റ് ഫുട്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം ചാലഞ്ചിങ് ആവാനായിട്ടുള്ള സാധ്യത അർജന്റീനയുടെ ക്രോസസിൽ നിന്നിട്ട് സ്പെയിനുണ്ട്. സ്പെയിൻ കൺസീഡ് ചെയ്തിട്ടുള്ള ഏക ഗോളും ഈ ടൂർണമെന്റിൽ അങ്ങനെയായിരുന്നു. ബെൽജിയത്തിനെതിരെ റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് വരുന്ന ഒരു ക്രോസിൽ നിന്നിട്ടാണ് സ്പെയിൻ ഇത്തവണ കൺസീഡ് ചെയ്യുന്നത്. ഇത്രയും ഗെയിമുകളിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടും വലിയ തോതിൽ എടുത്തു പറയാത്തൊരു പ്ലെയർ ഉണ്ട്, പരേഡസ് എന്നുള്ളത്. ഈ മെസ്സിക്ക് ഇത്രയധികം സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു പ്ലെയറാണ് പരേഡസ് എന്നുള്ളത്. മെസ്സിക്ക് ആ ഒരു സെൻട്രൽ സോൺസിൽ ബോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പരേഡസ് ഒരുപാടധികം ടാക്കിളുകൾ വിൻ ചെയ്യുന്ന കാഴ്ച, ബോളുകൾ തിരിച്ച് റിക്കവർ ചെയ്യുന്ന കാഴ്ച നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നാളെയും ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഫ്രാൻസിന്റെ അത്രയും ട്രാൻസിഷണൽ ത്രെറ്റ് സ്പെയിനില്ലെങ്കിൽ ആവശ്യത്തിനുള്ള റണ്ണേഴ്സ് ഒക്കെ സ്പെയിന്റെ ഭാഗത്തുണ്ട്. അതുമാത്രമല്ല ട്രാൻസിഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്സൈഡ് ഫുട്ടിലേക്ക് കൃത്യമായിട്ടുള്ള പാസസ് കൊടുക്കാൻ പറ്റുന്ന പ്രൊഫൈലായിട്ടുള്ള ലമീൻ യമാൽ ഉണ്ട്. റണ്ണ് നടത്താനായിട്ട് ഒയർസബാൽ, അലക്സ് ബയന ഉണ്ട് പേസിനായിട്ട്. സോ ഒട്ടും മോശമല്ല സ്പെയിനെ സംബന്ധിച്ചിട്ട് ആ ഒരു ട്രാൻസിഷണൽ സ്റ്റേറ്റ്. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് അർജന്റീനയ്ക്ക് എത്രത്തോളം ബോൾ കൈവശം വെക്കാൻ പറ്റുന്നുള്ളൊരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ടീമുകളിലൊന്നാണ് സ്പെയിൻ. അത് നമ്മൾ ഫ്രാൻസിനെതിരെയും കണ്ടതാണ്. പിന്നെ ഒരുപാടധികം ഷോട്ട്സ് ട്രൈ ചെയ്യാനായിട്ട് അർജന്റീനയുടെ ഭാഗത്ത് നാളെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എൻസോ ഫെർണാണ്ടസ് ഒക്കെ ഇത്രയധികം ലോങ് ഷോട്ട്സിൽ അവർക്ക് റിസൾട്ട് ഉണ്ടായി കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാന്നുള്ളത് അർജന്റീനയുടെ ചോദ്യമായിരിക്കും. ഈ പറയുന്ന ഷോർട്ട് കോർണേഴ്സ് അവർ വീണ്ടും ട്രൈ ചെയ്യും. കാരണം കഴിഞ്ഞ ഗെയിമിൽ 3-4 തവണ ആ ഒരു ഷോർട്ട് കോർണർ റൂട്ടീൻ അർജന്റീന ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. 2 ഓപ്ഷൻ ഉണ്ട് അവർക്ക്. ഒന്നല്ലെങ്കിൽ എൻസോ ആ ഒരു സെൻട്രൽ സോണിൽ ഷോട്ട് എടുക്കാനുള്ള ഓപ്ഷനും, അല്ലാന്നുണ്ടെങ്കിൽ മെസ്സിയിലേക്ക് തിരിച്ച് ആ പാസ് വന്നിട്ട് ഒരു ബെറ്റർ പൊസിഷനിൽ നിന്നിട്ട് ക്രോസസ് കൊടുക്കാനായിട്ടും മെസ്സിക്ക് സാധിക്കാറുണ്ട്. ഇനി അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്ന, ഹൈ പ്രസ് ചെയ്യുന്ന ടീമുകളിലൊന്നാണ് സ്പെയിൻ എന്നുള്ളത്. പക്ഷെ അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മെസ്സിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളതാണ് അർജന്റീന ശ്രമിക്കുന്നുണ്ടാവുക. മെസ്സി പറയുന്ന പോലെ ചെറിയ ചെറിയ ഷഫിളുകൾ കൊണ്ടും ചെറിയ ചെറിയ മൂവ്മെന്റ്സ് കൊണ്ടും ഈ പൊസിഷണൽ ചേഞ്ചസ് വരുത്തുന്ന ഒരാളാണ്. അങ്ങനെയുള്ള മെസ്സിയിലേക്ക് പേസ് ഉള്ളൊരു സ്റ്റേറ്റിൽ ഗെയിം എത്തുകയാണെങ്കിലും മെസ്സിക്ക് അത് ഗുണകരമായിട്ട് നാളെ മാറും. ഈവൻ അർജന്റീന നാളെ ലോങ് ബോളുകൾ പോവുകയാണെങ്കിൽ പോലും സെക്കൻഡ് ബോൾസ് വിൻ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സ്പെയിനെ സംബന്ധിച്ചിട്ട്. കാരണം അങ്ങനെ വിൻ ചെയ്തില്ലെങ്കിൽ എത്രത്തോളം ഹൈ ആയിട്ട് സ്പെയിൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസസ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിൻ്റെ പുറമേക്ക് അർജന്റീനിയൻ പ്ലേയേഴ്സ് വരികയും അവിടെ നിന്നിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അർജന്റീനയ്ക്ക് ശ്രമിക്കും. ഇത് നമ്മൾ സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള ഗെയിമിലൊക്കെ കണ്ടതാണ്. കാരണം അർജന്റീനയ്ക്ക് എപ്പോഴും ആ ഒരു നാരോ ആയിട്ടുള്ള ഷേപ്പാണ്, ഫുൾ ബാക്സ് ആണ് അവർക്ക് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻറ്റർ ഓഫ് ദ പിച്ചിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചെറിയ ലെഫ്റ്റ് ഹാഫ് സ്പേസസ് ചാനലിലേക്ക് അൽവാരസിനെ ട്രൈ ചെയ്യാനായിട്ട് അവർ പലപ്പോഴും ശ്രമിക്കും. അങ്ങനെ എമി മാർട്ടിനസ് ശ്രമിക്കുമ്പോൾ സെക്കൻഡ് ബോൾസിനായിട്ട് മെസ്സിയോ, മെക്കാലിസ്റ്ററോ, എൻസോ ഫെർണാണ്ടസോ അവിടെ ഉണ്ടാവാറുണ്ട്. അവിടെ നിന്ന് ബോൾ റിസീവ് ആയി കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്നായിരിക്കും. അധികം സമയമൊന്നും വേണ്ട ഈ പറയുന്ന ഫേവറേറ്റ്സ് ആയിട്ടുള്ള സ്പെയിനെതിരെ ഒരു ഗോൾ വീഴാനായിട്ട്. കാരണം ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. നമ്മൾ ഇത്രയധികം സാധ്യതകളൊക്കെ പ്രവചനങ്ങളൊക്കെ പറയുമ്പോഴും അർജന്റീനയ്ക്ക് ഒരു വിജയം നേടാനായിട്ട് എപ്പോഴും പ്രതീക്ഷയുണ്ടാവും, അതിന് വലിയ സമയവും വേണം. പിന്നെ നോക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ഡീപ്പ് ലൈനിൽ നിന്നുള്ള റണ്ണേഴ്സിനെ ഫോളോ ചെയ്യാൻ പറ്റുമോ അർജന്റീനയ്ക്കുള്ള മിഡ്ഫീൽഡേഴ്സ് എന്നുള്ളതാണ്. ഇതുവരെയുള്ള മത്സരങ്ങളിൽ അവർ നന്നായി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അത്. സ്പെയിനെ സംബന്ധിച്ചിട്ട് അവർ നേടിയ ഗോളുകളിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഈ മെറീനോ ഒരു ഡീപ്പിൽ നിന്നിട്ട് റണ്ണ് നടത്തുന്നതായിരുന്നു. അവർ ആദ്യം മെറീനോ ആ ഒരു ഗോൾ വിൻ ചെയ്തിട്ടുള്ള ഗെയിമിൽ നടത്തുന്ന സംഭവിച്ചത്. പിന്നീട് നമുക്ക് പെഡ്രോ പോറ ആ ഒരു 1-2 കൊടുത്തിട്ട് റണ്ണ് നടന്നു കണ്ടു. അവിടെ ആ റണ്ണ് ഫോളോ ചെയ്യാനായിട്ട് ഫ്രാൻസിന് സാധിച്ചില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ വളരെയധികം കൊഹീഷനോട് കൂടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് വരുത്തുന്ന ഒരു ടീമാണ് സ്പെയിൻ. സോ ആ ഒരു കോമ്പിനേഷൻസിനെയും ആ ഒരു ടേൺസിനെയും ആ ഒരു 1-2നെയും ആ ഒരു ഡെപ്തിൽ നിന്നുള്ള റണ്ണിനെയൊക്കെ ഫോളോ ചെയ്യാനായിട്ട് വളരെയധികം ആക്റ്റീവ് ആയിരിക്കണം അർജന്റീനയുടെ മിഡ്ഫീൽഡേഴ്സും ബാക്ക് ലൈനും എന്നുള്ളത്. പിന്നീടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ 2 ടീമിന്റെയും പ്രീ മാച്ച് അനാലിസിസ് ഇതിന് മുന്നേ ചെയ്തിരുന്നു. അതിൽ നിന്നുള്ള ടോപ്പിക്കുകളൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ടാണ് ഇത് ശ്രമിച്ചിട്ടുള്ളത്. സോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കാണുക. അപ്പോൾ കുറച്ചുകൂടിയും ടീം എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ സ്പെയിൻ്റെ പാസിംഗ് കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും പറഞ്ഞ് ആവർത്തിച്ച് ബോറാക്കണ്ടെന്നുള്ള രീതിക്കാണ് അതിപ്പോൾ എല്ലാം പറയാം. മത്സരം കിടിലൻ മത്സരമായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ പറയുന്ന ഒരുപാടധികം ടാക്ടിക്കൽ എലമെന്റ്സ് അതിലുണ്ടാവും. പക്ഷേ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി 2 ടീമും 2 രീതിക്കായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ വാശിയേറിയിട്ടുള്ള
ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫൈനൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ ഒരു സ്കോർ പ്രഡിക്ഷൻ വരുന്നത് ഒരു 3-2 എന്നുള്ള സ്കോർ ലൈനിൽ സ്പെയിൻ വിജയിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ്. അർജന്റീനയാണ് ആദ്യം സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് ആ ഒരു ഗെയിം സ്റ്റേറ്റ് കൊണ്ടുപോകാനായിട്ട്. എത്രത്തോളം ആവേശകരമായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എല്ലാവരെയും പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. ഇതിൻ്റെ പോസ്റ്റ് മാച്ച് അനാലിസിസ് ആയിട്ട് കാണുന്നവരെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.